ചെയ്താണ് ജോലി എന്ന് പറഞ്ഞു. ആര്യ രാജേന്ദ്രനായതുകൊണ്ട് ഒരാളല്ല, ഒത്തിരി ആൾക്കാരെ കണ്ണീരും കാര്യങ്ങളും അത് കേട്ടപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. എന്തായാലും എന്റെ അടുത്ത് ഇങ്ങനെ തകർന്നെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എന്നെ ബാധിച്ചു. തിരക്കഥകളൊക്കെ ഭയങ്കര തിരക്കഥകളാണ്. ഇതുവരെക്കെങ്കിലും ഒരു ചാനലിലെങ്കിലും വന്നിട്ടുണ്ടാവും. പുരുഷന്മാരെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ അച്ഛന് വിലയുള്ളതും ആങ്ങൾക്ക് വിലയുള്ള അപ്പൊ നമ്മുടെ രക്ഷിക്കുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടി ചേരും. പടിയായിട്ട് എന്നെ കണക്കാക്കുകയാണ് എന്നാണ്. നമസ്കാരം. നമസ്കാരം. വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇത് കാരണം അപ്പൊ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ്. അപ്പൊ അതിനൊരു പ്രധാന കാരണക്കാരി മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണ്. യദുവിന്റെ ശാപമാണെന്നൊക്കെ ഉള്ള തരത്തിലുള്ള പല ട്രോളുകളും കമന്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറയുകയാണ്. അതൊക്കെ കണ്ടിരുന്നു. എന്ത് തോന്നാൻ പ്രത്യേകിച്ച് ഒരു വികാരം തോന്നുന്നില്ല. എന്നു വെച്ചാൽ എന്റെ ജോലി കിട്ടാത്ത കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വികാരമേ തോന്നുന്നില്ല. നമ്മുടെ ജോലി നമ്മളൊരു തെറ്റ് ചെയ്യാതാണ് ജോലി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വികാരം തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ നമ്മള് അതിനൊരു കാരണക്കാരി ഇദ്ദേഹം ഈ മേയർ ആയതുകൊണ്ട്, ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ട് നമുക്കൊരു വിഷമമുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ പേരും പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും ഇപ്പം മീഡിയാസിലായാലും ആര്യ കാരണമാണ് ഇങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് യദുവിന്റെ ശാപമാണെന്ന്. എന്നെ പോലെ ഒത്തിരി ആൾക്കാർ നിങ്ങൾ തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലി പോയി എല്ലാ ചാനലിലും വന്നതാണ്. ഞാൻ പ്രതികരിച്ചപ്പോൾ അദ്ദേഹവും പ്രതികരിച്ചു. അതുവരെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഞാൻ പ്രതികരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹവും പ്രതികരിച്ചു. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ണീരാണ്, അല്ലാതെ ഒരാളല്ല, ഒത്തിരി ആൾക്കാരെ കണ്ണീരും കാര്യങ്ങളുമാണ്. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ ദൈവം ഉണ്ടെന്നുള്ള, ഞാൻ ആരും ഭ്രാമം പോയിട്ടില്ല. ദൈവമുണ്ട്, ദൈവം എന്നായാലും കൊടുക്കും എന്നുള്ള ഇതിലാ തന്നെയാണ് പോയത്. അതൊന്നും ആയില്ല. എന്റെ കേസിൽ എന്തെങ്കിലും ആയാലേ എനിക്കതൊരു വിജയമായിട്ട് തോന്നുള്ളൂ, അല്ലാതെ ഇതിലൊന്നും എനിക്കൊരു ഇതും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് സന്തോഷം. എങ്കിൽ പോലും ഇപ്പോ ഈ പ്രതിപക്ഷത്തിന് കോട്ടയായിരുന്നു നഗരസഭ നഷ്ടപ്പെടുമ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ ഇങ്ങനെ നിരക്കുമ്പോൾ പലതവണ ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിരപരാധിയാണ്, എനിക്ക് നീതി കിട്ടുന്നില്ല, പല തരത്തിലുള്ള നിയമ സമീപനങ്ങളൊക്കെ നടത്തുന്നു. ആ സമയത്തൊക്കെ എടുത്തെടുത്ത് പറയുന്നത് ദൈവം ഇതിനൊരു ശിക്ഷ എനിക്ക് കൊടുക്കട്ടെ എന്ന് രീതി. അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞ, ദൈവമാണ് കൊടുത്തതല്ല, ഞാനല്ല. ജനങ്ങളും പിന്നെ എല്ലാ ജനങ്ങൾക്കും അറിയാമല്ലോ ഓരോരോ കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയും. അപ്പൊ ജനങ്ങളെ പ്രതികരിച്ച് ജനങ്ങളെ വോട്ട് കൊണ്ട് ജനങ്ങൾ തന്നെയാണ് കയറ്റിയതും ഇറക്കിയതും. ജനങ്ങളെ കൂടെ ജനങ്ങളെ അടുത്ത് ഇടപഴകി ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോയാലേ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാതെ അവർക്ക് മേളിൽ ഞാൻ രാജാവാണെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം പറ്റുന്നത്. നമ്മളിപ്പോ സ്വന്തം പാർട്ടിയിലുള്ള പറയുന്നുണ്ട് താഴെയുള്ളവരോട് വളരെ രാഷ്ട്രീയത്തോടെ അഹങ്കാരത്തോടെ പെരുമാറുകയും ഉള്ളവരോട് വലിയ അമിത വിജയത്വം കാണിക്കുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം. അത് കേട്ടപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. എന്തായാലും എന്റെ അടുത്ത് ഇങ്ങനെയാണല്ലോ പെരുമാറിയെന്നുള്ളത് ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. പ്രതികരിച്ചാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തല്ലോ. അതല്ലേ മേയറിന്റെ ഒരു അധികാരം കൂടുതൽ ഈ ഒരു കേസിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. അവരെ അധികാരവും അവരെ ആ ഫ്രീഡവും അവർക്ക് പാർട്ടിക്കകത്തുള്ള ആ ഫ്രീഡവും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിലെ വണ്ടിയിലെ മെമ്മറി കാർഡ് തന്നെ ഊരി മാറ്റിയത് തന്നെ ഇവരെ അധികാരം ഉപയോഗിച്ചല്ലേ ഊരി മാറ്റിയത്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടി ഇപ്പൊ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസ് 4 മാസം അല്ല, ഇനി 5 മാസമായാലും അടുത്ത 1 വർഷം ആകുമ്പോഴേ എന്തെങ്കിലും അടുത്ത പാർട്ടി വരണമെങ്കിൽ നടക്കൂ. അല്ലാതെ പാർട്ടി ഇരിക്കുന്നിടത്തോളം കാലം ഇവരെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടല്ലേ എനിക്ക് സ്പെഷ്യലായിട്ട് സന്തോഷമില്ലെന്ന് പറയാൻ കഴിയും. തകർന്നെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എന്നെ ബാധിച്ചു. എന്ന് വെച്ചാൽ ഞാൻ അന്നുള്ള വണ്ടി കിട്ടുന്ന മാസ ശമ്പളത്തിന്റെ പുറത്താണ് ജീവിച്ചു പോകുന്നത്. അത് പെട്ടെന്ന് നമ്മളൊരു വരുമാനം പെട്ടെന്ന് ഒരു വരുമാനത്തിന്റെ ഇതിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ അത് നശിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തുമാത്രം അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരെ കേസാണ് പറയുന്നത്. പണക്കാരെ കേസല്ല, പാവപ്പെട്ടവന്മാരെ കേസാണ് പറയുന്നത്. അത് തന്നെ മോന്റെ കേസ് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഫീസിന്റെ കേസിൽ നല്ല രീതിയിൽ ബാധിച്ചെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബാധിച്ചു. കോംപ്രമൈസിൽ ഞാൻ ചെയ്യാത്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ ഫോൺ സംഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നിങ്ങൾ കോടതിയിൽ പോയി നീതി നേടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതിയിൽ പോയി തന്നെ നീതി നേടണമെന്ന് എനിക്ക് എൻ്റെ ഒരു
അഹങ്കാരമാണെന്ന് നിങ്ങൾ കരുതിയാലും കുഴപ്പമില്ല. എൻ്റെ അഹങ്കാരമാണ്, കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്നുള്ള എൻ്റെ വിശ്വാസമാണ് അഹങ്കാരം. നമുക്ക് പൗരന്മാർക്ക് അവകാശമുണ്ട്. അവകാശമാണ്. പക്ഷെ അവിടെ പോലും നല്ല രീതിയിൽ കളികൾ ഇവർ നടത്തുന്നു. കണ്ടില്ലേ, പോലീസുകാരന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടും പ്രതിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കേസിലും ഇതേപോലെ ഒന്നും രണ്ടും പ്രതികളെ കോടതി ഒഴിവാക്കണ അല്ലാതെ ഈ പോലീസുകാർ ഒഴിവാക്കിയതിന്റെ കഥ എന്താണെന്നുള്ളത് എനിക്ക് തിരക്കഥകളൊക്കെ ഭയങ്കര തിരക്കഥകളാണ്. ആരും കേട്ടിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ഒരു ചാനലിൽ പറഞ്ഞ കേട്ടില്ലേ, ഈ താങ്കൾ അശ്ലീലം കാണിച്ചല്ല, ആംഗ്യം കാണിച്ചല്ല, താങ്കൾ ഈ താങ്കളെ ചീത്ത വിളിച്ചു അടിക്കാൻ ശ്രമിച്ചതെന്നും ഒരാളും റിപ്പോർട്ട് പോലീസുകാർക്ക് മൊഴി കൊടുത്തിട്ടില്ല. അപ്പം എന്ത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മേയർ ആംഗ്യം കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ നടപടിയെടുക്കാനും അതിനുള്ള തെളിവുകൾ എവിടെയാണ്? ഇതുവരെക്കെങ്കിലും ഒരു ചാനലിലെങ്കിലും വന്നിട്ടുണ്ടോ ഏതെങ്കിലും? ഇത്രയും ക്യാമറകൾ ഈ സിറ്റിക്കകത്തുണ്ട്. ഒരു ക്യാമറയിൽ എങ്ങനെ ഞാൻ ആംഗ്യം കാണിച്ചതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. അങ്ങനെ ഒരു ആരോപണമാണ്. സംവിധാനങ്ങളും അവരെ കീഴിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉള്ളത്. അതിനുള്ള സംവിധാനം ഉണ്ടായിട്ടും ആരോപിക്കാം ഒരാൾക്ക്. പല സ്ത്രീകളായാലും പുരുഷന്മാരെ പെട്ടെന്നൊരു ദേഷ്യത്തിന്റെ പുറത്ത് സ്ത്രീ വിഷയം എടുത്തിടുകയും ഇതേപോലെ ആരോപിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പുരുഷന്റെ ജീവിതം അവിടെ തീരുകയാണ്. അപ്പൊ അവർക്കൊപ്പം എന്നൊരു ക്യാമ്പയിനോടുകൂടി ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളിലും സ്ത്രീ സമൂഹം മുന്നിലുണ്ട്. അതിനെ സഹായിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു പുരുഷ വിഭാഗം ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ചെയ്യേണ്ടത്. അവൾക്കൊപ്പം മാത്രം പോരാ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരാളുടെ, ഒരു ചെറുപ്പക്കാരന്റെ, സാധാരണക്കാരന്റെ ജീവിതം തകർന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അവനൊപ്പം ഒന്നുകൂടി അവൾക്കൊപ്പം നിൽക്കുന്ന തുല്യത വേണം. തുല്യത കറക്റ്റായിട്ട് വേണം. എന്നാലേ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുവുള്ളൂ. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഒരു ആരോപണം നടത്തും, പുരുഷന്മാർ വേറെ രീതിയിൽ ആരോപണം നടത്തും. അത് സത്യാവസ്ഥ അറിയാനുണ്ട്. സ്ത്രീകൾ ഒരു ആരോപണം നടത്തിയത് തന്നെയാണ് കുഴപ്പം. ആരോപണം നടത്താതെ ഇരുന്നെങ്കിലും ആ ഒരു കേസിൽ അവർക്ക് മേയറാണെന്ന് ഞാൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്. അറിഞ്ഞൂടാ എന്ന് പറഞ്ഞതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണ് ആള് രണ്ടാമത് പറഞ്ഞ എൻ്റെ അടുത്ത് ആദ്യം പറയുന്ന വീഡിയോ ഒക്കെ ചാനലിൽ ആദ്യം വന്നതാണ്. വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് റാഷ് ഡ്രൈവിങ്, വണ്ടി തട്ടാമെന്നോ നീ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആണ്. പിന്നീട് ഞാൻ തർക്കത്തിൽ പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് രാജ്ഞ വിക്ഷേപണമാക്കിയത്. അതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കേസാവുകയും അതിനൊരു സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യും എന്നൊരു പ്രിവിലേജിൽ മാത്രമല്ല, മേയർ എന്നുള്ള ഒരു പദവിയും കൂടെ ഇരിക്കുകയല്ലായിരുന്നു അന്ന്. അതുകൊണ്ടും കൂടെയാണ് സ്ത്രീ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഘോരം പ്രസംഗിക്കുമ്പോൾ ഇതേപോലെ പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടേ പുരുഷന്മാരെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ നമ്മളെ കുടുംബപരമായിട്ട് ജീവിക്കുമ്പോൾ അമ്മയും അച്ഛനും ചേർന്ന കുടുംബമാണ്. അപ്പൊ നമ്മൾ തന്നെത്താനെ ഭൂമിയിലോട്ട് വരുന്നതല്ല. അപ്പൊ നമ്മളെ ഇതേപോലെ ഒരു അച്ഛൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പുരുഷൻ ശ്രമിച്ചിട്ടാണ് നമ്മൾ ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഒരു ബോധമുണ്ട്. കുടുംബത്തിൽ അച്ഛന് വിലയുള്ളതും ആങ്ങൾക്ക് വിലയുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ പറയൂ. സഹോദരങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരു കുടുംബത്തിന്റെ വില അറിയാമെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കൂലേ? ഇപ്പോഴിത് കേട്ടോണ്ടിരിക്കുകയല്ലേ, ആംഗ്യം കാണിച്ചവനെ സംഘി എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ അതായത് ഈ ചന്ദന പൊട്ടും കുങ്കുമപ്പൊട്ടും ഒക്കെ ഇടുമ്പോഴത്തേക്ക് BJP ആണെന്നുള്ള ഇതിലാണ്. ഞാൻ ഇതുവരെയും ഒരു പാർട്ടിയിലും CIT യൂണിയനിലല്ലാതെ വേറൊരു പാർട്ടിയിലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോ നമ്മുടെ രക്ഷിക്കുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടി ചേരും. ഇപ്പൊ പാർട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയായി. ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കേസിൽ സംഖ്യയായിട്ട് മാറ്റി. പക്ഷെ ആ ഒരു ഇതിലാണ് കുറെ ആൾക്കാർ ഇപ്പം തിരുവനന്തപുരം ഏകദേശം 50 സീറ്റോളം BJP പിടിക്കുകയാണ് ചെയ്തത്. ഈ ഒരു കേസിൽ തന്നെയാണ് കുറെ ആൾക്കാരും എതിർത്തത്. അതിപ്പോ യദുവിന് മാത്രമല്ലല്ലോ പങ്ക്, അത് എന്റെ മൂലകാരണമായിരുന്നു കാണും. സാധാരണക്കാരെ ഒരുപാട് സ്വാധീനിക്കും, ഒരുപാട്
ഒരുപാട് വിഷമം, ഒരുപാട് പിന്തുണ കിട്ടിയിരുന്നല്ലോ ഏതൊരു സാധാരണക്കാരൻ. ഒരു മൂല കാരണമാണ്, അല്ല മെയിൻ കാരണം ഇഷ്ടം പോലെ ഉണ്ട്. ശബരിമല വിഷയം ഉൾപ്പെടെ ഉണ്ട്. ഒരുപാട് കാരണം ഇതൊരു കാരണം. ഇതൊരു മൂല കാരണമാണ്. അല്ലാതെ ഇപ്പൊ എന്റെ പേരും പറഞ്ഞുകൊണ്ട് മേയറെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വടിയായിട്ട് എന്നെ കണക്കാക്കുകയാണ് എന്നാണ്. അല്ലാതെ ഞാൻ ഇതിൽ യാതൊരു ഇതുമില്ല. ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു, എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു.